ഹലോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ശിവരാത്രി ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ശിവരാത്രി സ്പെഷ്യൽ ഡേ വ്ലോഗ് കണ്ടാലോ? ഹാപ്പി ശിവരാത്രി. രണ്ടാളും വാ പറ. ഹാപ്പി ന്യൂ ഇയറോ പറ. ഹാപ്പി 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 ശിവരാത്രി. ഹാപ്പി ശിവരാത്രി. കുട്ടികളും സിസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ നല്ല തിരക്കായിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോയില്ല കേട്ടോ. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിരുന്നു. പിന്നെ ഞാൻ ഉച്ച ആവാറൊക്കെ ആയപ്പോഴത്തേക്ക്, അതായത് സദ്യ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ ചെന്ന് അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് വന്നു സദ്യ കഴിക്കാനായിട്ട്. ഞാൻ അപ്പൂപ്പനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പേര് ഇരിക്കണുണ്ടോ, അച്ഛനുണ്ട്, അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ വീണ്ടും എടുക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. സോ ഇതായിരുന്നു എൻ്റെ ഇല. എനിക്കൊന്ന് ലാസ്റ്റ് ടൈം ഞാൻ സദ്യ കഴിച്ചത് എൻ്റെ കല്യാണത്തിനായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പിന്നെ കഴിക്കുന്നത്. സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ എനിക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ സാലഡ്സ്, പിന്നെ പരിപ്പ്, നെയ്യ്, പപ്പടം, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അപ്പൂപ്പൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിട്ട് റെഡിയായി വന്ന് കിടന്ന് ഉറങ്ങുക. കുട്ടികൾ ഒരു സൈഡിൽ കളിക്കാൻ തുടങ്ങി, വേറൊരു അപ്പൂപ്പൻ കിടന്നു. അപ്പൂന് വയ്യാത്തോണ്ട് റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചു. കുട്ടികൾ ബഹളം ഉണ്ടാകാതിരിക്കാനായിട്ട് വിഷ്ണു ഇലയൊക്കെ അവിടെ ഇരുന്ന് ഇലയൊക്കെ വെട്ടിക്കൊടുത്ത്, അത് കഴിഞ്ഞ് ആ റൂമിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത്, കാരണം പുറത്ത് മറ്റേ സ്റ്റാർട്ടിങ് ഒരു ഇത്തിരിയൊക്കെ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആനയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇതാണ്ട. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ലുക്ക്. അമ്മേൻ്റെ പണ്ടത്തെ ഒരു സാരി ഞാൻ പട്ടുപാട് ഉടുപ്പുമായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതായിരുന്നു വിഷ്ണുവിൻ്റെ ഡ്രസ്സ്, ഒരു കറുത്ത ഷർട്ടും മുണ്ടും. പിന്നെ മാമി വന്നിട്ടുണ്ടായിരുന്നു, മാമീൻ്റെ കുട്ടികളുണ്ട്. അച്ഛൻ്റെ അതിലിൻ്റെ മേളിലിരിക്കണുണ്ടോ, മാമിയും കുട്ടികളുമാണ് അത്. അമ്മ ദേ അവിടെ ഇരിക്കണു, കസേരയൊക്കെ ഇട്ട് കൊടുത്തിട്ട്. ഞാൻ ഉള്ളിലോട്ട് ഇരുന്നു കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട്. സോ ഉള്ളിൽ ഊഞ്ഞാലിൻ്റെ അവിടെ ഇറങ്ങി. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുട്ടികൾക്ക് മേടിച്ചു കൊടുത്താൽ മാസ്കാന്ന് തോന്നുന്നു കേട്ടോ. അത് വെച്ചിട്ടായിരുന്നു വിഷ്ണു ഫുൾ ടൈം ഇരുന്നത്. പിന്നെ ഇതൊക്കെയാണ് രാത്രി നമ്മൾ കാണാൻ പോകുന്ന ഘോഷയാത്ര എന്ന്, എന്തോ ഫ്ലോട്ടുകൾ എന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ തന്നെ ഊഞ്ഞാലിൻ്റെ അവിടെ ഇരുന്ന് തന്നെ ഞാൻ ഫുള്ള് കണ്ടു കേട്ടോ. ആകാശമൊക്കെ കാണാൻ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. പിന്നെ ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു, എന്നാലും ചൂടുണ്ടായിരുന്നു. വീഡിയോ മെയിനായിട്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഓഡിയോ ഉണ്ട്. പിന്നെ ചില കോപ്പിറൈറ്റ് ഇഷ്യൂസ് സോങ്സ് ഒക്കെ വരുമ്പോൾ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇതാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യൂ.
മുഴുവൻ ഫ്ലോട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ രാത്രിയാണ് മെയിൻ സംഭവങ്ങൾ. താഴെ ഇരുന്ന് പ്രത്യേകിച്ച് വലിയ കാര്യമില്ലാന്ന് തോന്നിയിട്ട് ഞാൻ മേലത്തെ നിലയിൽ കയറി വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നാണ് ഹെള്ള് കണ്ടത്. യൂഷ്വലി ഉച്ചയ്ക്ക് നേരത്തെയാണ് കേട്ടോ ഇവരൊക്കെ പോകുന്നത്, ബട്ട് ഈ വട്ടം ലേറ്റായി. അതുകൊണ്ട് തന്നെ രാത്രി അവർ തിരിച്ച് വരാനും ലേറ്റ് ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് കുറച്ച് സമയം എന്തായാലും ഉണ്ടെന്ന് കരുതി ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ നിന്നു. അപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് എവിടെന്നോ ഇങ്ങനെ സൗണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അതേ ലേസർ പെന്നോ ഈ സംഭവം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ കുട്ടികൾക്ക്. അപ്പോൾ അതും കൊണ്ട് നടക്കുമായിരുന്നു വിഷ്ണുവും കുട്ടികളും പിന്നത്തെ ഫുൾ നൈറ്റ്. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്യാമറ ചേട്ടന്മാരുടെ കയ്യിലിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് ഇതാണോന്നും എനിക്കറിയില്ല. ബട്ട് ഇത് വെച്ചിട്ട് കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിലായി. രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടുപിടിച്ച സാധനം കേട്ടോ ഇത്. ഞാനല്ല, കുട്ടികൾ. ഒരു യൂണിക്കോണും ഉണ്ട്, അത് കണക്ക് ഡൈനോസർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് കെട്ടിയിട്ടേക്കുവാ, സോ ദാറ്റ് അത് പറന്നു പോകാതിരിക്കുക. എന്നിട്ട് ശിവരാത്രിക്ക് കഴിഞ്ഞിട്ട് പറത്തി വിടും. ഘോഷയാത്രയൊക്കെ വരുന്ന അടുത്തായി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സപ്പൊക്കെ ചെയ്തു. ഇതായിരുന്നു, ഈ ഒരു സിമ്പിൾ ഒരു കുർത്തിയായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലൂടെ അല്ലേ അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ തിരിച്ച് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീടിൻ്റെ ബാക്കിലേക്ക് പോവാണ്. അവിടെയാണ് ഇനിയിപ്പം ഘോഷയാത്രയൊക്കെ പോകുന്നത്. ഓൾറെഡി നമ്മളുടെ പുരയിടത്തിൽ ഫുൾ ആൾക്കാർ, കുറേ ആൾക്കാർ അവിടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി സ്ഥലം കിട്ടുമോയെന്ന് അറിയത്തില്ല. സോ നമ്മളിതേ അങ്ങോട്ടേക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഈ മോള് വന്നിട്ട് സെൽഫി എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നിട്ടോ. കുറേ നാൾക്ക് ശേഷമാണെങ്കിലും സാൻഡ്ര മേഡത്തിനെ ആരും മറന്നില്ലല്ലോ. യെസ്, അതൊക്കെ കഴിഞ്ഞതേ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരിക്കാമെന്ന് കരുതി. കസേരയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് നല്ല വൃത്തിക്ക് നമുക്ക് ഘോഷയാത്ര കാണാം. തൊട്ട് ഫ്രണ്ടിലുള്ള ഷോപ്പ് കണ്ടപ്പോഴത്തേക്ക് ഐസ്ക്രീം മേടിക്കണം എന്ന് തോന്നി. അപ്പം പിന്നെ എൻ്റെ സിസ്റ്റർ താഴെ ചാടി ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിക്കാൻ പോയി. എന്നിട്ട് എനിക്ക് എന്തോ ഒരു മിക്സ്ഡ് ഐസ്ക്രീം കൊണ്ട് തന്നുട്ടോ. ബട്ട് എനിക്കത് അത്ര ഇഷ്ടമായില്ല. ഇഷ്ടമാവാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് മച്ചാൻ്റെ കയ്യിലങ്ങ് കൊടുത്തു കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ഓരോരോ ഐസ്ക്രീം ഉണ്ടായിരുന്നു. മച്ചാന് ലൈക്ക് ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ കൊടുത്തിട്ട് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. സോ ഇപ്പം ഹെഡ്ലൈൻസിലൊക്കെ നിൽക്കുന്ന ഒരു ഐറ്റം ആണല്ലോ ബോംബെ പൂട, കഴിച്ചൂടാന്നൊക്കെ പറഞ്ഞ് ക്യാൻസർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ എന്തോ പണ്ടുതൊട്ടേ ഉള്ള 90s കിഡ്സിനൊക്കെ ഒരു നൊസ്റ്റു അല്ലേ. അപ്പോൾ എൻ്റെ സിസ്റ്റർക്കും അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് അമ്മ മേടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവളത് മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളത് കുറച്ചായിട്ടിരുന്ന് കഴിച്ച് ഘോഷയാത്ര വരുന്നതെന്ന് നോക്കി ഇങ്ങനെ കാത്തിരിക്കുക. വീട്ടിൽ പട്ടികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഗേറ്റ് എപ്പോഴും അടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോയി കയറണം എന്ന് തോന്നി അവരിങ്ങനെ വന്നാലും പെറ്റിൻ്റെ കുര കേൾക്കുമ്പോൾ തന്നെ അയ്യോ വേണ്ട, വേറെ എപ്പോഴെങ്കിലും കാണാം, അവർ പുറത്തെങ്ങാനും നിൽക്കുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും ആൾക്കാർ. അപ്പോൾ ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ ഇത്. അതെൻ്റെ അമ്മ ഒരിക്കലും മിസ്സാക്കിയില്ല. വഴി കൂടെ പോകുന്ന ഡാ എന്തുവാടാ സുഖമാണോ, നീ എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ നേരം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോട്ടൊക്കെ വരാൻ തുടങ്ങി. ഇനി നിങ്ങൾ ബാക്കി കണ്ടു നോക്ക്.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കം വന്നു. കാരണം നല്ല ലേറ്റായിട്ടാണ് ഓരോ ഫ്ലോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. 2 പോയിട്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വരുന്നത്. സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം വികസിത ഇന്ത്യ. കൂടിപ്പോയ ഒരു 11 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഘോഷയാത്രയൊക്കെ. പക്ഷെ ഇപ്പം 11 മണി 11:30 ആവാറായിരുന്നു. അപ്പോഴും ഫ്ലോട്ടുകൾ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. എവിടെയൊക്കെ കുറെ സ്റ്റക്കായി കിടക്കുകയെന്ന് തോന്നുന്നു. പതിയായ പരമേശ്വരനും പാതിയായ പാർവതിയും ചേരുന്ന അർദ്ധനാരീശ്വരനായ ഭഗവാന്റെ പുണ്യദിനത്തിൽ ജാതിമത ഭേദമന്യേ ഏവർക്കും കോളച്ചുര കൂട്ടായ്മയുടെ മഹാശിവരാത്രി ആശംസകൾ. ഓം നമോ നാരായണായ. എനിക്കിത് കണ്ടപ്പോൾ ഫസ്റ്റ് കഷ്ടം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വഴിപാടായിട്ട് നേരത്തില്ലേ, അയ്യോ ഞാൻ ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തോളാം എന്ന്, മേ ബി അങ്ങനെ വഴിപാടായിട്ട് ഇതായതായിരിക്കും. അങ്ങനെ ആയിരിക്കും ആൾക്കാർ നടന്നത്. ഓക്കെ. സെക്കൻഡ് നമ്മുടെ ആനകൾ, അയ്യോ അത്രയും ചങ്ങലൊക്കെ ഇട്ടിട്ട് അവർക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. തേർഡ് എനിക്ക് കണ്ടതിൽ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓരോ ഫ്ലോട്ടിൻ്റെ മേളിൽ കുറേ പയ്യന്മാർ നിൽക്കുമല്ലോ, മറ്റേ വയറും കേബിൾ വയറും മറ്റേ സംഭവമൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് നിൽക്കുന്നത്. ഒയ്യോ അവർ എന്തുമാത്രം ഊപ്പാട് വന്നു കാണുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എത്ര ടൈം എടുക്കും ഒരു ഫ്ലോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടെന്നൊക്കെ. പിന്നെ ഈ വട്ടം കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. JCBയിൽ ഫ്ലോട്ട് ഉണ്ടായിരുന്നു, അതേപോലെ ഇങ്ങനെ പൊക്കിയും താക്കിയാൻ പറ്റുന്ന രീതിയിൽ. അതാകുമ്പോൾ അധികം ആൾക്കാരിങ്ങനെ നിന്ന് കമ്പിൽ മേലിൽ കിടക്കുന്ന വയറും ഇതൊന്നും ഇതാക്കേണ്ട ആവശ്യം വരില്ല. അത് ലൈക്ക് മേലിൽ വയറുണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് എന്തെങ്കിലും സ്വിച്ചോ മറ്റോ ഞെക്കിയിട്ട് അതിനെ താഴോട്ടാക്കിയാൽ മതി.
കൂട്ടത്തിലെ ഏറ്റവും ഹെവി സാധനമായിരുന്നു കേട്ടോ ഇത്. എൻ്റെ പൊന്നോ, ലൈറ്റ് ഇങ്ങനെ LED ലൈറ്റ് ഇങ്ങനെ ചേഞ്ചായി പല കളേഴ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് അതിന് ഭയങ്കര സൗണ്ടും കണ്ണിന് ഒരുമാതിരി സ്ട്രെയിനും ആയിരുന്നു കേട്ടോ ഇത്. പന്ത്രണ്ട് മണിയൊക്കെ ആവാറായപ്പോഴത്തേക്ക് ആൾക്കാർ എഴുന്നേറ്റ് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ച് പോയാലോ, നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും പിന്നെ വിചാരിച്ച് ഫുൾ ഫ്ലോട്ട് കാണുകയും ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിൽ കുറച്ച് നേരം അങ്ങനെ എല്ലാവരും അങ്ങ് ക്ഷീണിച്ചായിരുന്നു കേട്ടോ. അതായത് ഈ ഫ്ലോട്ടിൻ്റെ കൂടെ പോകുന്നവരും ബാൻഡ് മേളക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഒക്കെ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ പോസ്റ്റായിട്ട് ഒരിടത്ത് തന്നെ. ഒരു 10-15 മിനിറ്റ് കൂടെ നിന്നിട്ട് നമുക്കങ്ങ് കയറി പോകാം എന്നൊരു രീതിയിലായി. ഇവർ ഈ വഴി നേരെ പോകുന്നത്, ഇത് ചെന്നെത്തുന്നത് അമ്പലത്തിലാണ് കേട്ടോ. നേരെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ നമ്മൾ മുന്നേ കണ്ടില്ലേ, വൈകിട്ട് കണ്ട ആ വഴി കൂടെ തിരിച്ചങ്ങ് പോകും. ആന എന്തായാലും ആദ്യം വിട്ടത് കാര്യമായി. അതുകൊണ്ട് അവരെന്തായാലും അമ്പലത്തിൽ പോയിട്ട് വലം വെച്ചിട്ട് ഇരിക്കുന്നു, അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുമെന്ന്. ബാക്കിയുള്ളവരാണ്
പിന്നെ ഈ ഫുൾ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് ഇവരിനി വീടെത്തുമ്പോഴത്തേക്ക് എത്ര സമയമാവും എന്തോ എൻ്റെ അമ്മ. അപ്പോഴും കുറേ ആൾക്കാർ വൈബ് പിടിച്ച് ഡാൻസും തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ പൊന്നു ഇത്രയും എനർജി ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നെന്ന്. എനിക്കിത് കണ്ടുകൊണ്ടിരുന്നിട്ട് തന്നെ ഭ്രാന്താവുന്നു. കുഞ്ഞുനാളിൽ തൊട്ടേ അമ്പലത്തിൻ്റെ തൊട്ട് മേളിൽ വീടായതുകൊണ്ട് തന്നെ എല്ലാ ശിവരാത്രി ഇങ്ങനെ ഘോഷയാത്ര പോകുന്നതൊക്കെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടായാലും ബാക്കിൽ നിന്നിട്ടായാലും കാണാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു റൂട്ടീൻ പോലെയാണ്. എനിക്കൊന്നും ഒരു വട്ടം ഞാൻ ജനിച്ചിത്ര 25 വർഷമായിട്ട് എനിക്കൊന്നും ഒരൊറ്റ വട്ടം മാത്രമേ ഞാൻ മിസ് ചെയ്തിട്ടുള്ളൂ ശിവരാത്രി കാണുന്നത്. അത് എനിക്കന്ന് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ശിവരാത്രീൻ്റെ അന്ന് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് 1 മണിയൊക്കെ ആയി. 1 മണി 2 മണി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. എനിക്കൊന്നും ശിവരാത്രി വ്രതം ഉണ്ടല്ലോ, ആൾക്കാർ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കും, അമ്പലത്തിലിരിക്കും. നെക്സ്റ്റ് ഡേ വൈകിട്ട് വരെ മറ്റോ ഉറങ്ങിക്കൂടാ, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ ശിവരാത്രിക്ക് എൻ്റെ വീട്ടിൽ മറ്റു റിലേറ്റീവ്സൊക്കെ വരുമായിരുന്നു. ബട്ട് പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബിസി സ്കെഡ്യൂളും അതും ഇതൊക്കെ കാരണം പിന്നെ അങ്ങനെ ആരും വരാണ്ടൊക്കെ ആയി. ഇതുകൂടെ കഴിഞ്ഞ് നമ്മളങ്ങ് ഫ്രണ്ടിലേക്ക് പോയി. അപ്പം ഞാൻ വീടിൻ്റെ ഫ്രണ്ട് എന്ന് നോക്കിയപ്പോൾ കാണാം ബെറ്റി അവിടെ പേടിച്ചിടന്ന് ഉറങ്ങുന്നത്. കാരണം ഇനി മറ്റേ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയമായി. അപ്പോൾ അവർക്കത് അറിയാം കേട്ടോ. അവർക്കൊരു എന്താ പറയുക ഇൻസ്റ്റിങ്ക്റ്റോ ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ പറയത്തില്ലേ, അതുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ അങ്ങനെ കിടക്കുക. സോ നമ്മളിതേ ഈ മറ്റേ ഹെവി LED ലൈറ്റുള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക്. പിന്നെ ബെറ്റി നമ്മളെല്ലാവരും കൂടെ കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഓക്കെ എനിക്കിനി ശക്തിയുണ്ട് ഞാനിനി എന്ന് പറഞ്ഞിട്ട് അവളുടെ യൂഷ്വൽ സ്പോട്ടിൽ പോയി കിടന്നു. അവിടെ വെച്ച് കാണാൻ പറ്റാഞ്ഞ് കുറച്ച് ഫ്ലോട്ടൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോയപ്പോൾ കണ്ടു കേട്ടോ. നമ്മൾ എല്ലാ ഫ്ലോട്ടും പോകുന്ന വരെ നിന്നില്ല, മുന്നേ ഇങ്ങ് നടന്നിങ്ങ് പോന്നു. അപ്പം എന്തായാലും ഈ വഴി പാസ് ചെയ്തേ പോവുള്ളൂ എന്നറിയാം. അങ്ങനെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് അവിടെ കുറേ ഇതേപോലെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ദൈവങ്ങളെ ആണ് ഇരിക്കുന്നെങ്കിൽ പോലും പാട്ടൊക്കെ വൻ വൈബ് പാട്ടുകളാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ പാട്ടുകളൊക്കെ. അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നെങ്കിൽ സൗണ്ട് മ്യൂട്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് ഫാസ്റ്റ് ഫോർവേഡ് അങ്ങനെ ആക്കുന്നത്. ഇതിനു മുന്നേ ഉള്ള വട്ടം ശിവരാത്രിയിലൊന്നും നമ്മൾ വെടിക്കെട്ട് കണ്ടിട്ടേ ഇല്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും വെടിക്കെട്ടൊക്കെ. പക്ഷേ ഈ വട്ടം ഇത്ര ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ പുറത്ത് നിന്ന് ഫുള്ള് കണ്ടു തീർത്തു. അപ്പോൾ എൻ്റെ അച്ഛന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛൻ എല്ലാ വട്ടവും നാട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രിക്കും ഓണത്തിനും വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലെങ്കിൽ ഈ 2 ടൈമിലാണ് കേട്ടോ അച്ഛൻ നാട്ടിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ടാണ് മെയിൻ വരുന്നത്. അപ്പോൾ പക്ഷേ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ബെറ്റിക്ക് ഭയങ്കര പേടിയാണ്. ബെറ്റിക്ക് മാത്രമല്ല ചിമ്പൂനും ബ്ലാക്കിയും എനിക്കൊന്ന് അവർ വർഷങ്ങളായിട്ട് ഇതായിട്ട് യൂസ്ഡ് ആ കുഴപ്പമില്ല. പക്ഷേ ബെറ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്പലത്തിൽ ചെറുപ്പുണ്ടായിരുന്ന ടൈമിലും ആ കാലത്തും എല്ലാ ദിവസവും ഇങ്ങനെ വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പോഴും ബെറ്റി ഇങ്ങനെ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല, എനിക്കിത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തത് വിഷ്ണുവാണ് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. എല്ലാവരും എന്നെപ്പോലെ അല്ലല്ലോ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമല്ലോ. സോ അതുകൊണ്ട് ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ എല്ലാ ശിവരാത്രിയും പോലെ തന്നെ ഈ വട്ടവും വളരെ നന്നായിട്ട് തന്നെ ശിവരാത്രി ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വേണം പോയി കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഈ ഒരു ശിവരാത്രി മഹോത്സവം അതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ കണ്ടു ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇപ്പോൾ നാട്ടിലൊന്നും ഇല്ലാത്തവർ, പുറത്ത് എബ്രോഡായിട്ടുള്ളവർ, അങ്ങനെ അല്ലെങ്കിൽ ഈ ടൈമിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പല ആൾക്കാരുടെ വീട്ടിലും തൊട്ടടുത്ത് ഇങ്ങനെ അമ്പലം ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കേട്ടോ ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഐ നോ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് നല്ല അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കമൻസും വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, വീട്ടിലാണെങ്കിലും അപ്പൂപ്പന് വയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നുകൊണ്ട് ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോലും ഒരു 2-3 മണിക്കൂർ പോകും കേട്ടോ. പ്രത്യേകിച്ച് വോയിസ് ഓവറും കൂടി ഉള്ളതുകൊണ്ട്. പിന്നെ ഇതിന് അത്ര വോയിസ് ഓവർ ഇല്ലാഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. സോ അത്രയേ ഉള്ളൂ ഗൈസ്. ആൻഡ് എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ ചെപ്പല്ലേ എന്തു പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, അത്ര ആക്റ്റീവ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ അവർക്ക് ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഞാൻ പറയാണ്. കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ വർക്ക് ആണെങ്കിലും ഇപ്പം ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല അറ്റ് പ്രസൻറ്റ്. കാരണം വീട്ടിൽ കുറച്ച് തിരക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. സോ വീട്ടിൽ തന്നെയാണ്.
ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇപ്പം ഫ്രീ ആയിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. എനിക്കൊന്നും ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് 2-3 ആഴ്ച ആവുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അടുത്ത വീഡിയോ കാണും. ചിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ.